ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്താണുള്ളത്. 1-2 സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. പിന്നെ നമ്മളെ പഞ്ചായത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് പുറത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. നമ്മളിതാ OP എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുക ഡോക്ടറെ. അപ്പോൾ ഇവിടെ 2 കുട്ടികൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്രദേഴ്സാണ്. അപ്പോൾ മോളെ കണ്ടപ്പോൾ ജസ്റ്റ് അവർ കുറേ സമയമായി നോക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചതാണ്. അവർ ഓടി വന്ന് കുറേ സമയം അവളുടെ കൂടെ കളിച്ചു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് തിരിച്ച് വരാൻ നേരത്തും അവർക്ക് വിട്ട് പോകാൻ ഇഷ്ടമുണ്ടായില്ല. കുറേ സമയം അവർ ഞാൻ പോകുന്നത് നോക്കിക്കൊണ്ടേ നിന്നിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ വിചാരിച്ചു മഴ കൊള്ളേണ്ടി വരുമോ എന്ന്. അപ്പോൾ ഇത്ര സമയം മഴയൊന്നും പെയ്തില്ല. അപ്പം അങ്ങനെ ബേക്കറിയിൽ കയറി. നമ്മൾ സാധാരണ പോകുന്ന ബേക്കറി തന്നെയാണ്. ഒരുപാട് കാലം പഠിക്കുന്ന സമയം തൊട്ട് പോകുന്നൊരു ബേക്കറിയാണ് കേട്ടോ. നമ്മുടെ ഫാത്തിമ അത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പുറത്തൊരു കടയിലൊക്കെ പോയിരുന്ന് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് അവളെ കണ്ടപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല. പണ്ടെപ്പോഴേക്കോ കുറേ തവണ വന്നതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷേക്ക് കഴിച്ച് ഇറങ്ങുമ്പോൾ സമയം 2 മണിയായി. അപ്പോൾ അവിടെ നിന്ന് നേരെ അമീറയുടെ വീട്ടിലേക്കൊന്ന് പോവാം. 3 മണിക്ക് അവനെ പിക്ക് ചെയ്താൽ മതിയല്ലോ ജച്ചുവിനെ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് 10 മിനിറ്റ് ദൂരേ ഉള്ളൂ അങ്ങോട്ട്. അവിടെ പോയി പറയാണ്ടല്ലേ പോയത്. അപ്പം നമ്മൾ പോകുമ്പോൾ അവരെല്ലാവരും ഉറങ്ങുമായിരുന്നു. ഇനി അവിടെ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴുള്ള സീനാണ് കേട്ടത്. എന്നില്ല ടാറ്റ നമുക്ക് പോവാ കൈകാട്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ അധികം സമയം നിന്നില്ല. കാരണം നല്ല മഴ വരാനുള്ള ലക്ഷണം ഉണ്ടായിരുന്നു. ജച്ചു അംഗനവാടിയിലല്ലേ, അവന് 3 മണിക്ക് പോയി പിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ അവനെ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ കുറച്ച് സമയം കൂടി നിന്നാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ പേടിച്ചിട്ട് വേഗം വന്നു. ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. 2 സൈഡും പാടമായിരുന്നു. പുട്ടിലായി നിൽക്കുന്ന പാടങ്ങളും തണുത്ത കാറ്റും. ഇത് 2:30 സമയമാണെന്ന് പറയില്ല, പെട്ടെന്ന് തന്നെ മഴ വന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു സൈഡിൽ കയറി നിന്നു കേട്ടോ. ആ ഒരു തണുപ്പിൽ ഫാത്തിമ മടിയിൽ കിടന്നിട്ടേ ഉറങ്ങി. കയറിയിരുന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ജച്ചുവിനെ വിളിച്ചിട്ട് വരാൻ വേണ്ടി ഉമ്മാക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പോയി കൂട്ടിയിട്ട് വരും അവനെ. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോഴേക്കും അവനവിടെ വീടെത്തിയിട്ടുണ്ടാവും. അങ്ങനെ അവനെ ഒരു മിഠായിയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോയത് അവന് മിഠായി കൊടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി. അവന് ഈ കോലുമിഠായിയാണ് ഇഷ്ടം. അത് ഒരു 2 എണ്ണം അംഗനവാടി പോയി വന്നാൽ അത് കഴിക്കും. വേറെ അങ്ങനെയൊന്നും കഴിക്കില്ല. പിന്നെ ഇത് ഉപ്പുമാവ് അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മസ്റ്റാണ്. അത് ഇരുന്ന് കഴിച്ചിട്ടേ ബാക്കിയുള്ള പരിപാടിക്ക് നിൽക്കുള്ളൂ ആൾ. 2 ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫാത്തിമാനെ കൊണ്ടുപോയി തൊട്ടി കിടത്തിയിട്ട് എല്ലാവർക്കും ചായ വെച്ചു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതും ഷമാസ് വന്നു കേട്ടോ. അവൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. മഴ വന്നുകൊണ്ട് പോയ സന്തോഷമൊന്നും അവനിക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നിലും പങ്കെടുക്കാൻ പറ്റിയില്ല. മഴയായിട്ട് ആരെ ഇറക്കിയില്ല എന്നൊക്കെയാണ് കേട്ടോ പരാതി പറയുന്നത് ഇവിടെ നിന്നിട്ട്. അങ്ങനെ ട്യൂഷൻ 9 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ പോയ ശേഷം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്നൊന്ന് അറേഞ്ച് ചെയ്യാൻ നിന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.